ഞാൻ ഇവിടെ ഒരു തക്കാളി രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ ഒരു 4 തക്കാളി, ഒരു 4 ഇടത്തരം തക്കാളി നോക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കുരുമുളകും ഒരു 5-8 തല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനിവിടെ ഇടികല്ലിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി വേപ്പില വേണം നമുക്ക് അതിൻ്റെ കൂടെ. പിന്നെ നമുക്ക് ഈ തക്കാളിയിലേക്ക് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടി, ഇത്തിരി ഉപ്പും കൂടി വേണം. പിന്നെ ഒരു ഇത്തിരി കായം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ തക്കാളി രസം ഇവിടെ റെഡിയാവും. ഉണ്ടാക്കിയെടുക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുള്ള നമുക്ക് ഇത്തിരി കടുക് കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഇത്തിരി വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് കുരുമുളകും വെളുത്തുള്ളി കൂടെ ഇടിച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലവണ്ണം വഴറ്റി എടുക്കണം കേട്ടോ. തക്കാളി നല്ലവണ്ണം വഴന്ന് ഒരു കുറുകിയ ഭാഗമാണ്. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ നല്ലവണ്ണം വെന്ത് വഴന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് എടുത്തേക്കണതുകൊണ്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുത്തോളാം കേട്ടോ. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. അടുത്തത് 1 കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കഷ്ണം കുടംപുളിയോ അല്ലെങ്കിൽ നമ്മുടെ പുളിയില്ലേ, പിഴിഞ്ഞെടുക്കണ പുളിയില്ലേ, വാളംപുളി, അത് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പുളി ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളി രസം 2 മിനിറ്റ് റെഡിയാകുന്ന രസം. അപ്പോൾ ഞാനിങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലാണെന്ന് നോക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രസമാണ്. ഞാനിത് മിക്കവാറും ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഈ രസം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ ഒരു ഇച്ചിരി പുളി കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള പുളിയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പുളി ചേർക്കുന്നത്. കുടംപുളി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഈ ലാസ്റ്റ് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി മല്ലിയില കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മല്ലിയില ഇല്ലാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. മല്ലിയില ഞാൻ അധികം ചേർക്കാറില്ല. നമ്മുടെ രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇതെനിക്ക് കമൻറ്റ് ബോക്സിൽ ഇത് പറയണം, കമൻറ്റ് പറയണം. അതിന് വേണ്ടി ലൈക്ക് ചെയ്യണം, അപ്പോൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.